ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ റോസ് വേൾഡ്. നമുക്കിന്ന് നല്ലൊരു ആയുർവേദ സസ്യത്തെപ്പറ്റി പരിചയപ്പെടാം. ഇതാണ് ഉഴിഞ്ഞ അല്ലെങ്കിൽ മുടക്കത്താൻ അല്ലെങ്കിൽ ഇന്ദ്രവല്ലരി എന്ന് പറയും. ഇന്ദ്രവല്ലരി എന്ന് സംസ്കൃതത്തിൽ ഈ ചെടിയെ പറയും. ഇത് ആയുർവേദ മരുന്നിൽ പ്രധാനപ്പെട്ട ഒരു ഒറ്റമൂലി മരുന്നാണിത്. ഇത് അരച്ച് പുരട്ടിക്കഴിഞ്ഞാൽ സന്ധി വേദനകൾ മാറും, മുട്ടുവേദന, അങ്ങനെയുള്ള എല്ലാ വേദനകളും മാറുന്ന ഒരു മരുന്നാണിത്. അതുപോലെ ചതവ് പറ്റിയ സ്ഥലത്ത് ഇതിൻ്റെ ഇലയും കുറച്ച് ഉപ്പും കൂടെ എടുത്ത് അരച്ച് പുരട്ടിയാൽ ചതവ് പറ്റിയ സ്ഥലത്തെ ചതവ് മാറിക്കിട്ടും. അതുമാത്രമല്ല, ഉഴിഞ്ഞ ഇല നന്നായിട്ട് അരച്ച് ദോശമാവിൽ ചേർത്ത് ദോശ ചുട്ട് കഴിച്ചാൽ സന്ധി തേയ്മാനം മാറി കിട്ടുന്നതായിരിക്കും. ഈ ചെടി കണ്ടോ, വള്ളി പോലെയാണ് ഇത് വളരുന്നത്. ഇത് മുടി വളരാൻ നല്ലതാണ്. ഇത് അരച്ച് വെളിച്ചെണ്ണയിൽ കാച്ചി തലയിൽ പുരട്ടിയാൽ നന്നായിട്ട് മുടി വളരും. അതുമാത്രമല്ല, ഇത് ഷാമ്പു ആയിട്ട് ഉപയോഗിക്കുക. ഇതിൻ്റെ ഇല ഇതിനകത്ത് നിൽക്കുന്ന കായ് കൊണ്ടും. അതുപോലെ ഈ ചെടി സമൂലം ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് സമൂലം ഉപയോഗിക്കാം എല്ലാത്തിനും. ഇലയും അതുപോലെ കായും വേരും തണ്ടും എല്ലാം മരുന്നിന് ഉപയോഗിക്കുന്ന ഒരു സസ്യമാണിത്. ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സസ്യം കൂടിയാണ്. ഇതിൻ്റെ കായ് നമുക്ക് കാണാം. ഇത് കായ് ഇങ്ങനെ നിൽക്കും, കണ്ടോ, ഹാർട്ടിൻ്റെ ആകൃതിയാണ് ഈ കായ്ക്ക്. ഈ ഉണങ്ങുമ്പോൾ ഈ കായ് എടുത്ത് ശമനത്തിനായിട്ട് കഴിക്കും. പല രോഗത്തിനും കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഇല ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് മാത്രമല്ല, വള്ളി പോലെയാണ് ഇത് വളരുന്നത്. ഈ സസ്യം ഇതിൻ്റെ വള്ളി എടുത്തിട്ട് ഇതോടെ എടുത്ത് തലയിൽ കെട്ടിവെച്ചാൽ തലമുടിക്ക് നല്ല കുളിർമയുണ്ടാകും. അതുപോലെ ഏറ്റവും നല്ലത് നമുക്ക് വെളിച്ചെണ്ണ കാച്ചി പുരട്ടാം. ഇത് അരച്ച് തലയിൽ ഷാമ്പു ആയിട്ട് ഉപയോഗിക്കാം. അത്ര നല്ല മരുന്നാണിത്. അപ്പോൾ ഞാനിത് ഒരുപാട് വഴിയിൽ റോഡ് സൈഡിൽ ഇതുപോലെ വളർന്ന് കിടക്കുന്നു. അപ്പോൾ ഇത് കാണാത്തവർ ആയുർവേദത്തിൽ ഇത് കാണുമ്പോൾ അവർക്ക് വലിയ അത്ഭുതമാണ് ഈ മരുന്ന്. കാരണം അത്രയ്ക്ക് ഗുണങ്ങളുള്ള ഒരു മരുന്നാണിത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കണ്ടിട്ട് പറഞ്ഞു, ഇത് എത്ര നല്ല മരുന്നാണ്, ഞങ്ങളുടെ എവിടെയെങ്കിലും ഒന്നുമില്ല, ഇത് കാണാൻ അന്വേഷിച്ച് നടന്നാലും കിട്ടുകയില്ലെന്ന്. ഇത് നമ്മുടെയൊക്കെ ഇവിടെ ഇത് ഇഷ്ടം പോലെ റോഡ് സൈഡിൽ കൂടെ വളർന്നു വരുന്നുണ്ട്. കണ്ടോ, ഇരിക്കുന്നുണ്ടോ, ഹാർട്ട് പോലെ. അതുപോലെ തന്നെ അതിൻ്റെ കായ് ഞാൻ കാണിച്ചു തരാം. ഉണങ്ങിയ കായ് നമ്മൾ പൊട്ടിക്കുമ്പോഴത്തേക്കും അതിനകത്ത് 2-3 കായേ ഉള്ളൂ. ഇത് പച്ചക്കായാണേ. ഇതാണ് അതിൻ്റെ അകത്തിരിക്കുന്ന കായ്. ഇത് പച്ചക്കായ്. ഇതിൻ്റെ 3 കവർ 3 ഇരിക്കുന്നത്. 3 അതിനകത്ത്. അതുപോലെ തന്നെ 3 അരിയുണ്ട് അതിനകത്ത്. 3 ഹാർട്ടിൻ്റെ ആകൃതിയിൽ 3 സൈഡിലും ഉണ്ട് കായ്. അതുപോലെ 3 അരി വിത്തും ഉണ്ട് അതിനകത്ത്. ഉണങ്ങുമ്പോഴത്തേക്കും അതിനകത്ത് അവിടെ തന്നെ റോഡ് സൈഡിലൊക്കെ തന്നെ ഇതിൻ്റെ ഈ വിത്ത് പൊട്ടി വീണ് ധാരാളം ഉണ്ടായിക്കോളും. പ്രത്യേക പരിചരണം ഒന്നും തന്നെ വേണ്ട. ഇതിനെക്കുറിച്ചൊരു പാട്ടും കൂടെ കവി പാടിയിട്ടുണ്ട്. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും, അങ്ങനെ ഒരു പാട്ടും കൂടെ ഇതിനെ പറ്റി പാടാറുണ്ട്. അത്ര എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടി തന്നെയാണിത്. വൈദ്യന്മാർക്കൊക്കെ നന്നായിട്ട് അറിയാം ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു.